നെയ്യാറ്റിൻകരയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയാണ് പ്രധാനപ്പെട്ട വിഷയം. റിപ്പോർട്ട് തേടി മന്ത്രി വി.എൻ. വാസവൻ എന്ന വാർത്തയാണ്. സഹകരണ രജിസ്ട്രാറോട് സംഭവം അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നാണ് മന്ത്രി പറയുന്നത്. നമുക്ക് ഒപ്പം ആദിൽ പാലോട് ചേരുന്നു. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. ഈ പെരുമ്പഴത്തൂർ ബാങ്ക് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണെന്ന് പറയാൻ ചിലർക്ക് മടിയുണ്ട് എന്നാണ് ചില വിമർശനങ്ങളൊക്കെ വരുന്നത്. ഇനി അത് ആരും ഭരിച്ചാലും ആ ബാങ്ക് ചെയ്തത് ശരിയായ നടപടിയല്ല. മാത്രമല്ല, തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് നിക്ഷേപിച്ച പണമാണ് ബാങ്കിന് സമയത്ത് കൊടുക്കാൻ കഴിയാതെ പോയത്. അതിനുശേഷം ബാങ്ക് നൽകുന്ന വിശദീകരണവും തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എന്താണ് ഈ സഹകരണ വകുപ്പിന്റെ നിർദ്ദേശം? സഹകരണ വകുപ്പിട്ടിരിക്കുന്ന ഉത്തരം എന്താണ്? സഹകരണ വകുപ്പ് ഈ വിഷയം കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ, എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് മന്ത്രി വി.എൻ. വാസവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നു എന്നതും പ്രധാനമാണ്. ഈ സോമസാഗരം പലതവണ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. മനം നൊന്ത് ആത്മഹത്യയിലേക്ക് പോയി എന്നതും വ്യക്തമാണ്. ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. 5 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു, പല തവണയായി 1 ലക്ഷം രൂപ മാത്രം മടക്കി കൊടുക്കുന്നു. മകളുടെ വിവാഹ ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഈ പണം ചോദിക്കുന്നത്. പണത്തിനായി ദിവസങ്ങളോളം കയറി ഇറങ്ങുമ്പോൾ ഇപ്പോൾ തൽക്കാലം തരാൻ കഴിയില്ല എന്നൊരു ധാർഷ്ട്യമായ നിലപാടാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിൽ മനം നൊന്ത് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. ആത്മഹത്യാ ശ്രമത്തിൽ പിന്നീട് ആശുപത്രിയിലാകുന്നു. ആശുപത്രി ചികിത്സയ്ക്കിടെ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുന്നു എന്നതാണ് സംഭവം. ഇതിലെന്താണ് സംഭവിച്ചിട്ടുള്ളത്? ബാങ്കിൻ്റെ ഭാഗത്ത് എന്താണ് വീഴ്ച? ആർക്കെതിരെയൊക്കെ നടപടി വേണമെന്ന കാര്യത്തിൽ ഇന്ന് സഹകരണ രജിസ്ട്രാർ മന്ത്രി വി.എൻ. വാസവന് റിപ്പോർട്ട് നൽകും. തുടർന്ന് ഇതിന് പിന്നാലെ ഒരു നടപടിയും വന്നേക്കുമെന്ന വിവരം കൂടി, ഒരു സാധ്യത കൂടി തെളിയുന്നുണ്ട്. അരുൺ, റൈറ്റ്. അതിൽ എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സോമസാഗരത്തിന് സംഭവിച്ചത് മറ്റാർക്കും ഇനി സംഭവിക്കാം.